guys, welcome back to my name is Mia. ഓക്കെ, ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊരു വണ്ടി ട്രിപ്പ് പോവാണ്. ഇടമലയാറിലേക്കാണ് പോകുന്നത്. നമ്മൾ എറണാകുളത്തു നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഒരു ദിവസം പോയിട്ട് വരാം. ഇത് നമുക്ക് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഇടമലയാറിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുള്ള് ഈ ഒരു യാത്രയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാറു കണ്ണാടി വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കണ്ണാടി വെച്ചിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കും പറ്റിയ ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എറണാകുളം സിറ്റിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. അതുപോലെ 2 മണിക്കൂറോളം കാറിൽ സഞ്ചരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വടാട്ടുപാറ കുത്തെന്നാണ്. ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭൂതത്താൻകെട്ടിനും ഇടമലയാറിനും ഇടയ്ക്കായിട്ടാണ് ഈ വടാട്ടുപാറ കുത്തെന്ന് പറഞ്ഞൊരു സ്ഥലം. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ഇവിടെയൊക്കെ വന്ന് നന്നായി എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള വകുപ്പുണ്ട്. എത്ര മിനിറ്റ് നടക്കണം? കാണാൻ നല്ല സ്ഥലം ഏതാ? ഇവിടാണോ അവിടെയാണോ? ശനി ഞായർ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. ഞങ്ങൾ രാവിലെ ഒരു 11 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല മഴക്കോളുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൊത്തം പാറയാണ്. അതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് പക്ഷേ വടാട്ടുപാറ എന്ന് പേര് വന്നത്. ഈ പാറയിൽ കൂടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുമ്പോൾ നമുക്ക് അതുവഴി നടക്കാനൊക്കെ തോന്നും. പക്ഷെ ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തി കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ജീപ്പും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളും ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് ഉരുണ്ട് വീഴാൻ പറ്റിയ സ്ഥലവും കൂടെ. തെന്നൽ ഭയങ്കര, ഈ പാറയിൽ വെള്ളം കിടക്കുന്നിടത്തൊക്കെ ചവിട്ടിയാലേ. കാണിച്ചു തരാവേ. നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയാലും ഇപ്പം ഭയങ്കര തിരക്കാണ്. അതുപോലെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളിടത്ത് പറയണ്ട. കുറ്റാലത്തൊക്കെ പോയിട്ട് നമ്മൾ കുളിക്കാതെ വന്നിട്ടുണ്ട്. അവിടെ ചെന്ന് ആ ഒരു തിരക്ക് കണ്ടപ്പോൾ തന്നെ മതിയായി. പക്ഷേ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ആളുകളുടെ അതിപ്രസരമൊന്നുമില്ല. ചിലപ്പോൾ അറിഞ്ഞു വരുന്നിട്ടേ ഉണ്ടാവുന്നുള്ളായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞതെന്ന് വെച്ചാൽ മഴ സമയത്താണ് ഈ ഒരു വാട്ടർഫോൾസ് ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അല്ലാത്ത സമയം ചെറിയൊരു നീരൊഴുക്ക് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാറയിൽ തെന്നി വീഴാതിരിക്കാനായി. ഈ ഒരു തോടുണ്ടല്ലോ, ഇതിൻ്റെ നടുക്ക് ഭാഗം മാത്രമേ കുറച്ച് മണലുള്ളൂ, ബാക്കി ഫുള്ള് പാറയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ഇതിന് കയറുക. പാറുവിന് പേടിയുണ്ടോ? ആങ്കിൽ താഴെ ഇറങ്ങിക്കോ. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി. ഇനി അടുത്ത എന്തോ എക്കോ സ്പോട്ട് ഉണ്ടെന്ന്, എന്നുവെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ എക്കോ വരത്തില്ല, ഇങ്ങനെ അങ്ങനെ ഒരു സ്ഥലം. മഞ്ഞുമൽ ബോയ്സിലുള്ള സ്ഥലമാണ്. ഇവിടുത്തെ 2 പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്, അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അയ്യോ, ഇവിടെ നിറയെ മീൻ, കുഞ്ഞു മീനാ. വെള്ളം തന്നെയല്ലേ? ആ, ഇറങ്ങി ക്രോസ് ചെയ്യ്. ഏട്ടാ, ഇവരൊന്ന് പിടിച്ചോ. ഇത് തെന്നുന്നു, എൻ്റെ കാല് തെന്നുന്നത്. എൻ്റെ ഇവിടെയൊക്കെ തെന്നല്ല, മഴയും കൂടെ പെയ്തുകൊണ്ടേ. അതെ മോനെ. ഓ, അപ്പം മഴയും കൂടെ പെയ്തുകൊണ്ട് പാറയ്ക്ക് ഭയങ്കര ഇഴുക്കൽ. നല്ല രസമുണ്ട്. എന്തായാലും നല്ല സ്ഥലമാണ് കേട്ടോ. 1 ഡേ ട്രിപ്പ് അടിപൊളിയാക്കാം. ദൂരെ മല. നമ്മളീ പോകുന്നത് അമ്മാവൻ പാറയിലേക്കാണ്. നമുക്ക് ഈ സ്ഥലത്തെ പറ്റി അധികം അറിയത്തില്ല, പക്ഷേ ഇവിടുത്തെ കുട്ടികളാണ് പറയുന്നത് അമ്മാവൻ പാറ കാണിക്കാമെന്ന്. അവിടെ ചെന്നാൽ എക്കോ സ്പോട്ട് ഉണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെ എക്കോ ആയിട്ട് തിരിച്ചു വരുമെന്ന്. ഈ പിള്ളേർ ഗൈഡാണെന്നും പറഞ്ഞ് വന്നേ. അവരിവിടുത്തെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. ഇവിടെ എല്ലാം ഫെൻസിങ് ഉണ്ട്, ആന വരാതിരിക്കാൻ. ഇതൊരു പാറപ്പുറം കേട്ടോ. വേണ്ട, കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. സമയം ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ട്. വന്നാൽ രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്കിവിടെ വെള്ളത്തിൽ കിടക്കാം. നമ്മളിപ്പോൾ നിന്ന വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അമ്മാവൻ പാറയിലേക്ക്. ആണോ? എന്ത് പറ്റി മോനെ? ആണോ? യൂട്യൂബിൽ നോക്കിയാൽ മതി ഇവര്. മൈ നെയിം ഈസ് മിയ എന്ന യൂട്യൂബ് ചാനലിന്റെ പേര്. എന്ത് പറ്റി? നിങ്ങളെ കാണിക്കാതിരുന്ന പോരെ? സംസാരം കേട്ട വല്ല കുഴപ്പമുണ്ടോ? ഓക്കെ. അതെ, അങ്ങനെ നടന്ന് നമ്മൾ എക്കോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പിള്ളേരാണ് എക്കോ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നത്. എന്തായാലും നടന്നത് വെറുതെ ആയില്ല. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. അതുപോലെ ഒരാൾ കൂവാൻ പോവുകയാണ്, നമ്മളെ കൂവി കേൾപ്പിക്കാൻ കേട്ടോ. ഞങ്ങളും ട്രൈ ചെയ്തു. ഒന്നൂടെ. ഞാൻ പോയിട്ട് വരാം. അവൻ്റെ ഓട്ടം കണ്ടോ? ആ, എക്കോ ഉണ്ട്. ഓക്കെ, കൊള്ളാം.
അവർ പറഞ്ഞത്ര ഹൈപ്പിലേലും സംഭവം കൊള്ളായിരുന്നു. എന്തായാലും ഇവിടം വരെ നടന്നത് വേസ്റ്റ് ആയില്ല. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയും തിരിച്ച് പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടവും നീരൊഴുക്കും ഒക്കെ ഉണ്ട്. അവിടെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കണ്ടാൽ ചെറുതാന്ന് തോന്നുമെങ്കിൽ അത്യാവശ്യം നല്ല അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് കൈ പിടിച്ചൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചു, ഡ്രസ്സ് മാറി, എന്നിട്ട് ഇതേണ്ട തിരിച്ച് ഭൂതത്താൻകെട്ടിലേക്ക് പോവാട്ടോ. യോ ഇതെന്ത് ചായ? ആദ്യത്തെ ചായ വളരെ മോശമായതുകൊണ്ട് രണ്ടാമത് നമ്മളിത് ഭൂതത്താൻകെട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ വൺ ഡേ ട്രിപ്പ് ആക്കാമെന്ന് പറഞ്ഞല്ലോ, അതായത് നമുക്കൊരു 2 മണി വരെയൊക്കെ വെള്ളത്തിൽ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് ഭൂതത്താൻകെട്ടിൽ വന്നാൽ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്, അതുപോലെ ചൂണ്ടയിടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക. നമ്മളൊരു ക്യാരി ബാഗ് കൈ കഴുകിയാൽ അതിൽ തിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഡിസ്പോസ് ചെയ്യാമല്ലോ. ലാസ്റ്റ് നമ്മൾ ഈ കുട്ടമ്പുഴ അമ്പലത്തിൽ വന്നിട്ടാണ് നമ്മുടെ ടൂർ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.